ഹലോ ഗൈസ്, അപ്പോൾ ഒക്ടോബർ ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, ഞങ്ങൾക്കൊരു പെട്ടി കിട്ടിയിട്ടുണ്ട്. നാട്ടിൽ പെട്ടി. ഇതിൽ നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ സാധനവും ഉണ്ട്. എത്ര നാളത്തെ കാത്തിരിപ്പ്? രണ്ടാഴ്ചത്തെ കാത്തിരിപ്പ്. 2 ആഴ്ച എടുത്തോളൂ. 20 കിലോ നൈസായിട്ട് അവർ പാക്ക് ചെയ്ത്. ഞാൻ കുറച്ചുകൂടെ വലിയൊരു പെട്ടിയാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇതിനകത്ത് കൊണ്ടുവന്നത്. ഇതില് ഇഷ എന്താണ് ഇതില്? ഇഷയ്ക്ക് എന്താണുള്ളത്? ഫുഡ് സ്നാക്സ് വേണോ? പക്കവട. പാക്കിങ് അടിപൊളിയാണ്. കുട്ടി വ്ളോഗിങ്ങിന് വേണ്ടി ശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു താങ്ക് യു നോട്ടൊക്കെ അവർ തന്നിട്ടുണ്ട്. ഞങ്ങൾ ഫ്ലീറ്റ് ഗോ വഴിയാണ് ഇത്രയും വലിയൊരു പെട്ടി ഇങ്ങോട്ട് അയച്ചത്. അവർ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് സാധനങ്ങൾ കളക്ട് ചെയ്ത് റീപാക്ക് ചെയ്ത് ചില്ലറ പാക്കിംഗ് ഒന്നുമല്ല, നൈസ് പാക്കിംഗ്. നമ്മൾ സാധനം കടയിൽ നിന്ന് വാങ്ങിച്ച പോലെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് ഞങ്ങൾ കാണിക്കാം. പാടാതെ ഓണത്തിനിടാനുള്ള ഒരു ദിവസത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രസ്സ്, അതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. ലേഡീസിന് മനസ്സിലാവും. യൂറോപ്പിൽ വരുമ്പം ഡ്രസ്സ് ഒരുപാട് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം നമുക്ക് ഓരോ ഒക്കേഷനിൽ ഇടാനുള്ള ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ കിട്ടുമ്പം ഇതെൻ്റെ മാമി തച്ചതാണ് കേസ്. നമുക്കിതിട്ട് കാണാം. പിന്നെ ഇതിന്റെ തന്നെ സെയിം. തൊട്ടോക്കണം. തൊടാൻ പറ്റില്ല. നീ തൊട്ടോക്കണുണ്ടല്ലേ? ഞാൻ നിന്നത് ഗസ് നോക്കിയല്ലേ. മിച്ചർ അല്ല, ഡ്രസ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഈ പാക്കറ്റുകളെല്ലാം ഡ്രസ് ആകാനാണ് സാധ്യത. ചായപ്പൊടി. അയ്യോ, ഡ്രസ് അല്ല. ഒരു ലോഡ് ചായപ്പൊടി, 3 പാക്കറ്റ് ചായപ്പൊടി. പാഡാണ് ഗൈസ്. ഇതെന്താണ്? ബോംബ. അലുവയൊന്നും കൊടുത്തിട്ടില്ല. നോക്കാം ഓരോന്നായിട്ട്. മാളുവിന്റെ അവിടത്ത് കൊടുത്തുവിട്ട വള. മാളുവിന്റെ മാത്രല്ല, എന്റെയും കാണും. എന്റെ കുഞ്ഞിന്റെ വളയാണ് ഇതിനകത്ത്. ദൂരം കവറും നോക്കുക. ഇതിന് ഇഷ്ടം പോലെ കവറുകളാക്കി ഒരു ലോഡ് പ്ലാസ്റ്റിക് കവറിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. പിടിച്ചോ. എത്ര തവണ ഒരു റാപ്പ് ചെയ്തേക്കുന്നു അറിയാമോ? ഇമാതിരി പാക്കിങ് പൊതിഞ്ഞു കഴിഞ്ഞാല് ഇത് ചക്കവറ്റിലാണ്. ഇത് എന്റെ വള. കുപ്പിവളി, ചക്കവറ്റൽ, കൊല പാക്കിംഗ് ഒക്കെ. ഇതെന്താണ്? മുളക് പൊടി. ഇത് മാളുവിന്റെ മുളക് പൊടി. ഇതൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയതാണ്. ഇത് മാമിയുടെ വീട്ടിലെ പ്ലാവിൽ നിന്ന് പറിച്ചിട്ട് ഒരു ദിവസം നൈറ്റൊക്കെ ഇരുന്ന് ഉണ്ടാക്കി അയച്ചേക്കുവാണ്. ചക്കവറ്റല് 2 പാക്കറ്റ്. ഞാൻ വെയിറ്റ് ചെയ്യണ സാധനം ഇതൊന്നും അല്ല മോനെ. നെക്സ്റ്റ് എന്താണ്? ആക്രാന്തം കാണിക്കാതെ പക്കാവടയാണ്. ആളു നിന്റെ പക്കാവട. പക്കാവട. പക്കവട. അച്ചാറുകള്, നാട്ടിലെ സ്നാക്കുകള്, അതെല്ലാം കയറ്റി അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പൊടികൾ, മസാല ഐറ്റംസ്.
മസാല ഐറ്റംസ് വാങ്ങാൻ കിട്ടും, പക്ഷേ കുറച്ച് എക്സ്പെൻസീവ്. അടുത്ത് എൻ്റെ ഐറ്റം ആയിട്ട് പാടില്ല. ഉണ്ണിയപ്പം ശരി. പക്കാവട വേണ്ടേ? ഇഷ്ടയുടെ പക്കാവട. നെക്സ്റ്റ് വാട്ട്സ് ദിസ്? ചിപ്സ്. ചിപ്സ് എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്. അടുത്തത് എന്തോ ദോശപ്പൊടി. ദോശപ്പൊടി. കൈമൊത്ത കിക്കാറായല്ലോ. വളയിട്ട് എൻ്റെ സന്തോഷം. എന്താണ് ഇതും മഞ്ഞപ്പൊടിയാണിത്. ഓ, കായം. ബൂസ്റ്റാ? നീ ബൂസ്റ്റ് പറഞ്ഞിരുന്ന ഇള്ള കുഞ്ഞ് ബൂസ്റ്റ് വേണോ? ഇത് നെയ്യാണ്. 2 പാക്കറ്റ് നെയ്യുണ്ട് ഇതിനകത്ത്. ഹണി മാത്രം ഇവരുടെ ഇതിൽ കൊടുത്തു വിടാൻ പറ്റില്ല. ഹണി മാത്രം പറ്റില്ല. അതുപോലെ മെഡിസിൻസ് കൊടുത്തു വിടുമ്പോൾ പ്രിസ്ക്രിപ്ഷൻ കറക്റ്റായിട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ, ഞങ്ങൾ ആക്ച്വലി പ്രിസ്ക്രിപ്ഷൻ കറക്റ്റായിട്ട് വെക്കാത്തത് കൊണ്ട് മെഡിസിൻ തിരിച്ചു പോകേണ്ടി വന്നു. ബാക്കി എല്ലാ സാധനവും എത്തിയിട്ടുണ്ട്. രസംപൊടി. ഇനി എല്ലാ ദിവസവും ഇവിടെ രസമായിരിക്കും. അയ്യോ, ഒരു ചെറിയ പെട്ടിക്കകത്ത് നിന്നാണ് ഇത്രയും സാധനം വരണമെന്ന് നിങ്ങൾ ആലോചിക്കണം. നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോഴേ പെട്ടി കെട്ട ഇവരുടെ നിന്ന് പഠിക്കണം. അത് ശരിയാ. ഞങ്ങൾ നാട്ടിൽ നിന്ന് ഒരു പെട്ടിക്കകത്ത്, ഒരു വലിയ പെട്ടിക്കകത്ത് ഇത്രയും സാധനം ചിലപ്പോൾ കൊള്ളൂലെന്ന് തോന്നുന്നു. ഞങ്ങൾ വയ്ക്കണതിൻ്റെ കുഴപ്പമാണെന്നാണ്. ഭയങ്കരമായിട്ട് നാടിൻ്റെ മണം. എനിക്ക് തോന്നുന്നു കസ്റ്റംസുകാർ പോലും ഇത് തുറന്നു നോക്കി കാണൂല. അത്രയും ബുദ്ധിമുട്ട്. 2 ദിവസം തുറക്കേണ്ടി വരും. അഗൈൻ പക്കാവടയുടെ അടുത്ത പാക്കറ്റ്. ഇത് മറ്റേ ഇത് പാക്കറ്റ് കണക്കിനുണ്ട്, പക്ഷെ ഇത് ഒരാഴ്ച കൊണ്ട് തീരും. ഇതല്ല, അതാണ് വിഷയം. ബീഫ് അച്ചാറാണോ? അത് അച്ചാറാണോ? അതെ. ഇത് അച്ചാറാണ്. ഇതാ ലീക്കൊന്നും ആയിട്ടില്ല. ഇതെന്താ? ഇത് വറ്റൽ മുളകല്ല, മുളക് കൊണ്ടാട്ടം. ഇത് മോരുമുളകെന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. മോരിലിട്ട് ഉണക്കിയെടുത്ത്. അയ്യോ, പൊട്ടിപ്പോയി. കീറിയത് കുറച്ച് ഓവറായി പിടിക്കും. എന്താണിത്? അതുവരെ പൊടി സ്പൈസസ്. ഗരം മസാല കുത്തി പൊട്ടിച്ച് സിസേറിയൻ ചെയ്തതാ. ഗരം മസാല. ഇത് അവരുടെ മിസ്റ്റേക്ക് അല്ല, ലിവന്റെ മിസ്റ്റേക്ക്. കുറച്ച് കൂടിപ്പോയത്. ഗൈസ്, നമ്മളിപ്പോ ക്യാമറയുടെ പൊസിഷൻ ഇങ്ങോട്ടൊന്ന് ചേഞ്ച് ചെയ്ത്, അവിടുന്ന് ലൈറ്റ് കിട്ടുന്നില്ലായിരുന്നു. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്തത് ഇതാണ് നമ്മൾ ലാസ്റ്റ് പൊട്ടിച്ചോണ്ടിരുന്നത്. ദോശപ്പൊടി. ഇതിനൊരു കഥയുണ്ട് ഗൈസ്. ഇത് ഓൾറെഡി ഒരു പാക്കറ്റ് നമുക്ക് മാവ് കവറൊക്കെ ചെയ്ത് വെച്ചതാ. അപ്പൊ അച്ഛൻ പാക്ക് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് ഇത് മാമിക്ക് വേണ്ടി പൊടിച്ച ഒരു കുപ്പിയിലാക്കി വെച്ചതാ. അതിനെയും കൂടെ അച്ഛൻ പാക്ക് ചെയ്ത് ഇങ്ങനെ അയച്ചു. ഇപ്പൊ അവർക്ക് അവിടെ സാധനം ഇല്ല. ഇപ്പൊ നമുക്ക് രണ്ടും കിട്ടും. പിന്നെ അടുത്തെന്താണ്? ഡ്രസ്സാണല്ലോ. ഇത് ആരുടെ ഡ്രസ്സാണ്? ഇല്ല, നിനക്കുള്ളത്. 3 ടീഷർട്ട്. എന്താണ് പള്ളിയൊക്കെ? എന്തോ കാര്യമൊന്നുമില്ല. എനിക്ക് ഡ്രസ് ആണെങ്കിൽ നീ ഉണ്ടാക്കണ. അതും ശരിയാണ്. ചില ടീഷർട്ടൊക്കെ എനിക്ക് എന്തോ കറക്റ്റ് ആവും, ചിലയല്ല, എല്ലാം കറക്റ്റ് ആവും. പായസം ഉണ്ടാക്കാൻ നിന്റെ സ്പെഷ്യൽ സാധനം ഇതുവരെ വന്നില്ലേ? ഇതിന് വേണ്ടിയാണ് കാത്ത് ഒരാൾ ഇവിടെ ഇരിക്കുന്നത്. ഇത് മാത്രം 2 കിലോ. ഇത് എന്തായാലും ഇവിടെ കിട്ടാൻ പോണില്ല. ഇത് വെച്ച് നമുക്ക് പായസം ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. കാർത്തി ചോദിച്ച് 2 ദിവസം കഷ്ടപ്പാടല്ലേ? നല്ല പാടുമായി സാധനം ഉണ്ടാക്കാനായിട്ട്. ചോദിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ്. നല്ല മണം വരുന്നുണ്ട് ഗൈസ്.
ഇതെന്താണ് ഇന്ന് ഇതുവരെ പറഞ്ഞില്ല? ചക്ക വരട്ടി. ഇതാണ് കാത്തിരുന്ന് അവസാനം ഇത് കിട്ടി. ഇത് വെച്ച് പായസം ഉണ്ടാക്കാം, ചുമ്മാതും കഴിക്കാം. മാളുവിന്റെ ഇത് മാളുവിന്റെ സെയിം എന്റെ പോലെ തന്നെ പാവാടയും ബ്ലൗസും ആണ്. അടുത്തത് മല്ലിപ്പൊടി. ഓക്കെ. ഇതെന്താ പുളിയാ? പുളി പറഞ്ഞിരുന്നു. പുളി കുറച്ച് പുളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇത് മറ്റേ കാപ്പി അല്ല ചുക്ക് കാപ്പിയൊക്കെ ഇടാൻ പറ്റിയ ശർക്കരയുടെ കട്ടകളാണ്. ഇത് നല്ല അസുഖമൊക്കെ മറ്റേ ജലദോഷമൊക്കെ വരുമ്പോ ബെസ്റ്റാണ്. എന്റെ സാരി വിത്ത് ബ്ലൗസ് ഇതിൽ ഞാൻ പൊളിക്കും. നമ്മൾ ഇനി ഒരു ട്രാൻസിഷൻ വീഡിയോ കൂടെ ചെയ്യാവുള്ളൂ. അതിനെനിക്ക് സാരി ഇല്ലായിരുന്നു, എനിക്ക് സാരി കിട്ടി. അപ്പൊ ഒരു ട്രാൻസിഷൻ വീഡിയോ ഞാൻ ട്രാൻസിഷൻ വീഡിയോ ചെയ്യുക ഗൈസ് ഇത് വെച്ചിട്ട്. അവസാനത്തെ ഐറ്റം. സോ എന്താണ് ലാസ്റ്റ് ഐറ്റം? അവസാനത്തെ അമ്പ് പെട്ടിക്കാലി. ഇത് ബാക്കി അച്ചാറുകളാണെന്നാണ് എന്റെ ഒരു ഊഹം. അച്ചാറുകൾ തന്നെ. ഇതങ്ങനെ പെട്ടി കാലിയായി. ഇത്രേ ഉള്ളൂ പെട്ടി. പക്ഷെ അതിനകത്ത് നിന്ന് വന്ന സാധനങ്ങള് കുറച്ചധികം ഉണ്ട്. മാങ്ങയാണെന്ന് തോന്നുന്നു. മാങ്ങയുണ്ട്, നാരങ്ങയുണ്ട്. ഗൈസ് നമ്മൾ ഓരോന്നായിട്ട് കഴിച്ച് കാണിക്കാം ഇനി നിങ്ങളെ. ബീഫ് അച്ചാർ സെപ്റ്റംബർ 1. മണം പൊന്നണേ. പെട്ടി പാക്കേ നാട്ടിൽ പോവാം. ഇത് ഒരാഴ്ച കൊണ്ട് തീരും. അത് കഴിഞ്ഞ് നമുക്ക് നാട്ടിൽ പോകണം. നെക്സ്റ്റ് അച്ചാർ എന്റെ പിന്നെ നാരങ്ങച്ചാറും. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത്. അടുത്ത സാധനം പക്കാവട. വീട്ടിലുണ്ടാക്കിയ ചക്കവറ്റൽ വീട്ടിലുണ്ടാക്കിയത്. ഇനിയാണ് മാസ്റ്റർ പീസ് ഐറ്റം. നമ്മൾ കൊതിച്ചിരുന്ന നല്ല പ്രത്യേകിച്ച് കാർത്തി ചക്ക വരട്ടി. മോനെ മൈ ഗോഡ്, എന്റെ പൊന്നെ ഇത് എന്തൊരു ടേസ്റ്റ് എന്ന് അറിയാമോ? ആക്ച്വലി ഇത് കാർത്തിയാണ് അവിടെ കിടന്ന് റിക്വസ്റ്റ് ചെയ്ത് അയച്ചത്. അപ്പം ഞാൻ വലിയ കാര്യത്തിൽ പറഞ്ഞു വേണ്ട, ഇത് എനിക്ക് വലിയ താല്പര്യമില്ല, കൊടുത്ത് വിടണ്ടെന്നൊക്കെ. പക്ഷെ സാധനം ഇങ്ങനത്തെ ടേസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ പൊന്നെ, ഇത് വെച്ച് പായസമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഭയങ്കര ടേസ്റ്റ്. ഇത് ഒന്നും പറയാനില്ല. ഇത് ഉണ്ടായി തന്ന എൻ്റെ മാമി ദീർഘായുസോട് കൂടി ദീർഘകാലം ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതൊക്കെയാണ് നാട് മിസ് ചെയ്യുന്നത്. ഇതൊന്നും ഇവിടെ കിട്ടൂല. 2 ദിവസം കൊണ്ട് അതിന്റെ ജോലി തീരും. പിന്നെ ഇനിയും കുറെ ഐറ്റംസ്, ഉണ്ണിയപ്പം ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ മസാല പൊടികളെല്ലാം. മനസ്സും ശരീരവും നിറഞ്ഞു. അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിച്ചത്. എന്തായാലും എത്തിച്ച ഫ്ലീറ്റ്കോ ഹാസ് ഡൺ എ വണ്ടർഫുൾ ജോബ്. ഒരു പ്രശ്നങ്ങളും ഇല്ല. എല്ലാ സാധനങ്ങളും നല്ലതായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല തോന്നുന്നു. ലവ്, സ്നേഹം. നമുക്ക് വേറൊരു ടെൻഷനും ഇല്ലായിരുന്നു. അവര് തന്നെ വീട്ടിൽ പോയി എല്ലാം കളക്ട് ചെയ്ത് ഒന്നുകൂടെ റീപാക്ക് ചെയ്ത് എല്ലാം സെറ്റ് ആക്കി അയച്ചു. 20 കിലോയ്ക്ക് മേളിലാണെങ്കിൽ അവർ വീട്ടിൽ വന്ന് തന്നെ കളക്ട് ചെയ്യും. അല്ലാത്ത വർഷം അവരുടെ ഓഫീസ് ട്രിവാൻഡ്രം, കൊച്ചി അവിടെയൊക്കെ ഉണ്ട്. അവിടെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ സെറ്റാണ്. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. ടാറ്റാ.